നമസ്കാരം. 2% പലിശയ്ക്ക് 5 ലക്ഷം രൂപ 5 വർഷത്തേക്ക് ലോൺ ആവശ്യമുള്ള വ്യക്തിയാണോ നിങ്ങൾ? എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ അടിപൊളിയായിട്ടുള്ള ഒരു NBFC ആണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു ലോൺ ആപ്പാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ വിശദാംശങ്ങളിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഓൺലൈൻ ജോലികൾ, ബിസിനസ്സുകൾ, അതുപോലെ തന്നെ ലോണുകൾ, സ്റ്റോക്കുകൾ, എല്ലാ ഇൻഫർമേഷൻസും ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ നിരന്തരമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് എല്ലാവരും ജോയിൻ ചെയ്യുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഉണ്ട്, അവർക്ക് എല്ലാവർക്കും ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൂടി ഒന്ന് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപേക്ഷിക്കുകയാണ്. ഇത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ലോൺ ആപ്ലിക്കേഷൻ്റെ പേര് എന്ന് പറയുന്നത് TVS ക്രെഡിറ്റ്. നിങ്ങളുടെ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് നോക്കുക. TVS ക്രെഡിറ്റ് എന്ന് പറയുന്നത് ഒരു RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFC ആണ്. നമുക്ക് ആദ്യം അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. RBIയുടെ NBFC ലിസ്റ്റിനകത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും TVS ക്രെഡിറ്റ് സർവീസസ് ലിമിറ്റഡ്. 384ാമത്തെ റോയിലാണ് ആ ഒരു കമ്പനിയുള്ളത്. ചെന്നൈ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് TVS ക്രെഡിറ്റ് സർവീസസ് ലിമിറ്റഡ് എന്ന കമ്പനി. ഇവരുടെ പേഴ്സണൽ ലോൺ നിങ്ങൾ കാണാൻ പറ്റും. അപ് ടു 5 ലക്ഷം രൂപ വരെയാണ് ഇവർ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇൻസ്റ്റന്റ് ആയിട്ടുള്ള അപ്രൂവലാണ്. 100% പേപ്പർലെസ് ആയിട്ടുള്ള പ്രോസസ്സ് കാര്യങ്ങളൊക്കെയാണ്. ലോണിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. പ്രോസസ്സിംഗ് ഫീസ് എന്ന ഒരു കാര്യമുണ്ട്, 10%. അതുപോലെ തന്നെ നിങ്ങൾ ഇൻ കേസ് എന്തെങ്കിലും EMIs ഒക്കെ ബൗൺസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ പേയ്മെന്റ് നിങ്ങൾ അടക്കേണ്ടി വരും. അപ് ടു 36% വരെ പ്രകാരം അൺപെയ്ഡ് ഇൻസ്റ്റാൾമെന്റിന് ഇൻട്രസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. ഒരു EMIs നിങ്ങൾ ബൗൺസ് ആക്കാതെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകുക. ബൗൺസിന്റെ ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട് 0 to 750 rupees ആണ്. ഡ്യൂപ്ലിക്കേറ്റ് NOC ചാർജസ് 500 rupees ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എല്ലാം ആപ്ലിക്കേഷൻ വഴിയാണ് കൊടുക്കുന്നത്. ഹൂ ക്യാൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ കാണാം. സാലറീഡ് എംപ്ലോയീസ് വിത്ത് ഇൻകം മോർ ദാൻ 25,000 rupees. മാസം 25,000 രൂപയ്ക്ക് മേളിൽ സാലറി വാങ്ങുന്ന വ്യക്തികൾക്കാണ് ഒന്ന് കിട്ടുക. 2, ഇൻഡിവിജ്വൽസ് വിത്ത് സിബിൽ സ്കോർ മോർ ദാൻ 700. 700 മേളിൽ സിബിൽ സ്കോർ ഉള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആവശ്യമുള്ളത് നിങ്ങളുടെ കയ്യിൽ ആധാർ നമ്പർ വേണം, അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫ് വേണം, പാൻ നമ്പർ വേണം, ആധാർ കണക്റ്റഡ് ആയിട്ടുള്ള മൊബൈലും നിങ്ങൾക്ക് ആവശ്യമാണ്. ഇനി തൊട്ട് താഴോട്ട് വന്നു കഴിഞ്ഞാൽ ലോണിന്റെ EMI കാൽക്കുലേറ്റർ കാര്യങ്ങൾ കാണാൻ പറ്റും. ഫിനാൻസ് എമൗണ്ട് 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയാണ് കൊടുക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 16% വരെ മുതൽ 35% വരെയുണ്ട്. റീപേയ്മെന്റ് ടെൻഡർ എന്ന് പറയുന്നത് 6 മാസം മുതൽ 5 വർഷം വരെ 60 മാസം വരെയുണ്ട്. അതുപോലെ തന്നെ പ്രോസസിംഗ് ചാർജ് 2% മുതൽ 6% വരെയാണ് വരുന്നത്. അതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷൻ ആ ഒരു സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺസും ഈ ഒരു വെബ്സൈറ്റ് തന്നെ, ഇവരുടെ വെബ്സൈറ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്നവർ വളരെ കുറവാണ്. ഇതാണ് അപ്ലൈ ചെയ്യാനുള്ള ബട്ടൺ. നിങ്ങൾക്ക് ഡയറക്റ്റ് ആപ്പ് വഴി ചെയ്യാം. ഇതാണ് ആപ്ലിക്കേഷന്റെ ലിങ്ക്. 1 കോടി ആൾക്കാരാണ് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. 1 കോടി. TVS ക്രെഡിറ്റ് സാത്തി എന്നാണ് ആപ്പിന്റെ പേര്. തൊട്ട് താഴെ TVS ക്രെഡിറ്റ് സർവീസസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഇത് ചെക്ക് ചെയ്യുക. ഈ ഒരു പേര് ചെക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് കമ്പനിയുടെ ഡീറ്റെയിൽസ് കിട്ടും. ദെൻ എബൌട്ട് ആപ്പിനകത്ത് കയറി കഴിഞ്ഞാൽ അതിനകത്ത് കാണാൻ പറ്റും ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ, 2-വീലർ ലോൺ, മൊബൈൽ ലോൺ, കൺസ്യൂമർ ഡ്യൂറബിൾ ലോൺ ആൻഡ് യൂസ്ഡ് കാർ ലോൺ, 3-വീലർ ലോൺ, ട്രാക്ടർ ലോൺ ആൻഡ് യൂസ്ഡ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലോൺസ്. എല്ലാ ടൈപ്പ് ലോണുകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് കാലങ്ങളായിട്ടുള്ള ഒരു കമ്പനിയാണ് TVS ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എല്ലാ വ്യക്തികളും ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഞാൻ പലപ്പോഴായിട്ട് പറയുന്നുണ്ട്. അത് എല്ലാവരും മറക്കരുത്. ഈ ആപ്ലിക്കേഷനിൽ ഏത് ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ശ്രദ്ധിക്കണം. ആ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. അതായത് നിങ്ങൾ എടുക്കാൻ പോകുന്ന ലോൺ ആപ്പ് RBI അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFC ആണോ എന്ന് ചെക്ക് ചെയ്യണം. 2, ഇതിൻ്റെ ആപ്ലിക്കേഷനിൽ കയറിയിട്ട് യൂസേഴ്സിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ നോക്കണം. ഈ ആപ്പ് നിങ്ങളുടെ ഫോണിലുള്ള കോൺടാക്റ്റിലേക്കോ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കോ ആക്സസ് ചോദിക്കുന്നുണ്ടെങ്കിൽ ആപ്പ് അപ്പം തന്നെ നിഷേധിക്കുക, അൺഇൻസ്റ്റാൾ ചെയ്യുക. അതുപോലെ തന്നെ ആപ്പിനകത്ത് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ, ഇവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള നമ്പർ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ ലോൺ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കൃത്യമായിട്ട് വായിച്ചു നോക്കുക. എത്രത്തോളമാണ് എമൗണ്ട് അടക്കേണ്ടത്, നമ്മൾ ഇൻ കേസ് പെൻഡിങ് ആക്കി കഴിഞ്ഞാൽ എത്രത്തോളം ചാർജ് വരും, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ലോൺ എടുക്കാം. അതർവൈസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുടുക്കിൽ പെട്ട് കഴിഞ്ഞാൽ, ഇൻ കേസ് നമ്മൾ ഒരു ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ ചെന്ന് ചാടി ലോൺ എടുത്തു, നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പെട്ട് കഴിഞ്ഞാൽ, മാനസിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഡിസിഷൻ എടുക്കരുത്. അപ്പം തന്നെ സൈബർ പോലീസിൻ്റെ നമ്പറിലേക്ക് 1930 കോൾ ചെയ്തിട്ട് അവരോട് കാര്യങ്ങളൊക്കെ പറയാം. അവരതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഫിനാൻഷ്യൽ എക്സ്പേർട്സ് അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലുള്ള ആൾക്കാർ
ആൾക്കാരെയൊക്കെ ഒന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതാണ്. സോ നിങ്ങൾ ഏതെങ്കിലും ഒരു ആപ്പിൽ നിന്ന് ലോൺ എടുക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും എനിക്ക് മെസ്സേജ് അയച്ചാലും ഞാൻ അതിന് റിപ്ലൈ തരും. നമ്മുടെ കമൻറ്റ് ബോക്സിലാണ് മറുപടി കാര്യങ്ങളൊക്കെ അയക്കുക. കമൻറ്റ് ചെയ്യുക നിങ്ങൾ. അപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് ഉടൻ തന്നെ നമ്മുടെ ടീം എപ്പോഴും റെഡിയാണ് അതിന് മറുപടി തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ RBIയുടെ NBFC ലിസ്റ്റൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് അവരെന്ത് ചെയ്യും, ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും, അല്ലെങ്കിൽ അത് ഫേക്കാണ് ഫേക്ക് എന്ന് പറയും. ഒട്ടുമിക്ക ഫേക്ക് ആപ്ലിക്കേഷനും പ്ലേ സ്റ്റോറും ആപ്പ് സ്റ്റോറൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉള്ളത് കൃത്യമായിട്ടുള്ള RBIയുടെ ഡാറ്റാസ് ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ പ്ലേ സ്റ്റോർ ഓരോ ആപ്പിനെയും പിന്നെ പ്ലേ സ്റ്റോറിനകത്ത് ലിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നമുക്ക് സമാധാനിക്കാം. പക്ഷേ എന്നിരുന്നാലും ഒരുപാട് വ്യാജന്മാരൊക്കെ ഈ കമ്പനികളുടെ പേരിൽ വന്നു ചേരാറുണ്ട്. മറ്റൊരു കാര്യം ഓർക്കേണ്ടത്, ഈ ലോണിൻ്റെ ആവശ്യത്തിനായിട്ട് ആരും നിങ്ങളുടെ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ കോൾ വഴിയോ ആരും വിളിക്കില്ല. ഒരു കമ്പനികളും നിങ്ങളുടെ ഫോണിലേക്ക് ആരും വിളിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ആരെങ്കിലും ലോൺ ഇത്ര അപ്രൂവ്ഡായി അല്ലെങ്കിൽ ഇത്ര നിങ്ങൾക്ക് പാസ്സായി എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഫോൺ കോളോ വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ ഓർക്കുക, അവരൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് സംതിങ് എന്തെങ്കിലുമൊക്കെ ചാർജ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വരികയാണെന്ന്. പിന്നെ ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരെങ്കിലും ഏതെങ്കിലും ആപ്പിൽ നിന്ന് ലോണിൻ്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ ചാർജസ് ഇനീഷ്യലി ചോദിക്കുന്നുണ്ടെങ്കിൽ അതിനെയും അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും മറക്കരുത്. ഞാൻ നിരന്തരമായിട്ട് പറയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓൺലൈൻ ലോൺ എടുക്കാനും അത് തിരിച്ചടക്കാനും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ കൂടാനും വീണ്ടും വലിയ വലിയ ലോൺ എമൗണ്ടുകളൊക്കെ കിട്ടാനുള്ള വലിയ സാധ്യത, ഏറ്റവും വലിയ സാധ്യത നിങ്ങൾക്കുണ്ട് താനും. സോ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുന്നു വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ മറക്കരുത്. സോ മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ.